അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് സഖ്യമായിക്കൊണ്ട് ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടി മാർച്ച് 28-ാം തീയതിയിലേക്ക് ഒരു മാസം പിന്നിടുകയാണ്. ഫെബ്രുവരി 28-ാം തീയതിയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനിൻ്റെ തലസ്ഥാനമായ തെഹ്റാനിൽ വ്യോമാക്രമണം നടത്തിക്കൊണ്ട് ഈ സൈനിക നടപടി ആരംഭിച്ചത്. കേവലം 4 ദിവസങ്ങൾ കൊണ്ട് ഇറാനിലെ ഭരണകൂടത്തെ താഴെയിറക്കാനും തങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും എന്ന കണക്കുകൂട്ടലിലായിരുന്നു അമേരിക്കയും ഇസ്രയേലും. പക്ഷേ ഇന്ന് ആ സൈനിക നടപടി ഒരു മാസം പിന്നിടുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാനിലെ ഭരണകൂടത്തെ താഴെയിറക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, യുദ്ധമുഖത്ത് വളരെ വലിയ മുന്നേറ്റമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ച ഇസ്രയേലിലേക്കും അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കും മാത്രമല്ല ഇറാൻ ആക്രമണം നടത്തുന്നത്, മറിച്ച് പശ്ചിമേഷ്യയിലെ 9ഓളം വരുന്ന രാജ്യങ്ങൾക്കെതിരെയാണ് ഇറാൻ യുദ്ധമുന്നണി തുറന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ 2 സൈനിക ശക്തികൾക്കെതിരെ, അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ, അതും വർഷങ്ങളോളം വിവിധതരം ഉപരോധങ്ങൾ കൊണ്ട് വലയുന്ന ഇറാന് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? കേവലം ഇച്ഛാശക്തി കൊണ്ടും സ്വന്തമായ സൈനിക ശേഷി കൊണ്ടും മാത്രം ഇത് സാധ്യമാണോ? തീർച്ചയായും അല്ല. പിന്നെ ആരാണ് ഇറാൻ്റെ ഈ ആയുധശേഷിക്കും യുദ്ധത്തിലെ പ്രഹരശേഷിക്കും പുറകിൽ? ലോകത്തിലെ വൻ ശക്തികളായ റഷ്യയും ചൈനയും തന്നെയാണ് ഇറാൻ്റെ കരുത്തിന് പുറകിൽ. യുദ്ധമുഖത്ത് ചൈനയും റഷ്യയും ഇറാനെ പിൻവാതിലിലൂടെ സഹായിക്കുന്നു എന്നത് വളരെ പരസ്യമായ രഹസ്യമാണ്. ഇറാനോ റഷ്യയോ ചൈനയോ ഇത് നിഷേധിച്ചിട്ടുമില്ല. പല മാധ്യമ അഭിമുഖങ്ങളിലും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ചൈനയും റഷ്യയും ഇറാൻ്റെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആണ് എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് ചൈനയും റഷ്യയും ഇറാനെ സഹായിക്കുന്നത്? യുദ്ധരംഗത്ത് സാങ്കേതിക വിദ്യകൾ നൽകിക്കൊണ്ടാണ് റഷ്യ ഇറാനെ സഹായിക്കുന്നത്. ശത്രുവിൻ്റെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് ഇറാൻ്റെ ആകാശത്തെ സംരക്ഷിക്കാൻ അത്യാധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ S-300ഉം S-400ഉം നൽകിക്കൊണ്ട് റഷ്യ ഇറാനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശത്രുവിൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നതിന് സഹായിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും ഇൻ്റലിജൻസ് വിവരങ്ങളും റഷ്യ ഇറാന് കൈമാറുന്നുണ്ട്. യുദ്ധരംഗത്ത് റഷ്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഇറാനെ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. യുക്രൈനുമായി റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലവിലെ യുദ്ധത്തിൽ റഷ്യയെ ഡ്രോണുകൾ നൽകിക്കൊണ്ട് ഇറാൻ സഹായിച്ചിരുന്നു. ഇതിന് പ്രത്യുപകാരമായി ഡ്രോൺ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലും റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ട്. ഇനി ചൈന എങ്ങനെയാണ് ഇറാനെ സഹായിക്കുന്നത്? റഡാർ സംവിധാനങ്ങളും യുദ്ധരംഗത്ത് ഉപകാരപ്പെടുന്ന AI സാങ്കേതിക വിദ്യകളും നൽകിക്കൊണ്ട് മാത്രമല്ല ഇറാനെ ചൈന സഹായിക്കുന്നത്. സാമ്പത്തികവും നയതന്ത്രപരവുമായ സപ്പോർട്ട് കൂടെ നൽകിക്കൊണ്ടാണ് ഇറാനെ ചൈന സഹായിക്കുന്നത്. അമേരിക്കയുൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഇറാനെ ഉപരോധങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുമ്പോൾ ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് ചൈനയാണ്.